ഹലോ ഫ്രണ്ട്സ്, ഐ എം നിഷ ഫ്രം നിസാസ് കിച്ചൺ. വെൽക്കം ടു അവർ ചാനൽ. ഇനി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് പാൽപ്പൊടി ഉപയോഗിച്ചുണ്ടാക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നമുക്കിത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റെഗുലറായിട്ട് എല്ലാ അപ്ഡേറ്റ്സും കിട്ടാൻ ബെല്ലൈക്കോൺ പ്രസ് ചെയ്യണം. ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് ഈ കാണുന്ന 4 ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. പാൽപ്പൊടി 1 കപ്പ്, പഞ്ചസാര 1 കപ്പ്, മുട്ട 2 എണ്ണം, വാനില എസൻസ് 1 ടീസ്പൂൺ. ആദ്യമായിട്ട് നമുക്ക് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ല. ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ അധികമായി പോകരുത്. ഈ പഞ്ചസാര മുഴുവനും നന്നായിട്ടൊന്ന് കുതിർന്ന് വരാനായിട്ട് ആവശ്യമായ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഈ പഞ്ചസാര വെള്ളവുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇപ്പോൾ പഞ്ചസാര മുഴുവനും നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. ഇതിലേക്ക് ഇനി തവി അല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ പഞ്ചസാര കാരമലൈസ്ഡ് ആവാനായിട്ട് ടൈം എടുക്കും. അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ തന്നെ മീഡിയം ഹീറ്റിൽ വെച്ചിരിക്കാം. പഞ്ചസാര നന്നായിട്ട് ചൂടായിട്ട് ഇതൊന്ന് പതഞ്ഞ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതുപോലെ പത വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഫ്രൈങ് പാൻ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിലോട്ട് സ്പൂൺ ഉപയോഗിച്ചിട്ട് മിക്സ് ആക്കാതെ ഇതുപോലെ പാൻ ഇടവിട്ട് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇത് റെഡി ആയാൽ ഉടനെ നമുക്കിത് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റിയൊരു പാത്രം റെഡിയാക്കി വെക്കുക. അപ്പം ഞാൻ ഈ ഒരു പാത്രത്തിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതുപോലെ കുറച്ച് കുഴിയുള്ള നമ്മൾ ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് ആ പാത്രം റെഡിയാക്കി വെക്കുക. ഇതുപോലെ ചെറിയൊരു പാത്രമോ നമ്മുടെ കയ്യിൽ ഏത് പാത്രമാണ് ഉള്ളതെന്ന് വെച്ചാൽ കുറച്ച് കുഴിയുള്ളൊരു ചോറ് പാത്രം ആയാലും മതി, റെഡിയാക്കി വെക്കുക. അതുപോലെ തന്നെ നമ്മളിത് ഉണ്ടാക്കുന്ന സമയത്ത് ഇത് അടുപ്പിൽ വെച്ചിട്ട് മറ്റൊന്നും ചെയ്യാനായിട്ട് മാറിപ്പോകരുത്. ഇതിൻ്റെ അടുത്ത് തന്നെ നിന്ന് ഇത് റെഡി ആകുന്നത് വരെ ഇതുപോലെ മിക്സാക്കി കൊടുക്കുക. ഇങ്ങനെ ശ്രദ്ധിച്ച് ചെയ്താൽ വളരെ പെർഫെക്റ്റായിട്ട് ഇത് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് വളരെ പെട്ടെന്ന് റെഡിയായിട്ട് വരും. ഇപ്പോൾ നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഉടനെ തന്നെ ഇതിനെ നമുക്ക് ഈ ഒരു പാത്രത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഒട്ടും ഡിലേ ആവരുത്, കാരണം ഇത് കട്ടിയായി പോകും. ഇതുപോലെ ഒഴിച്ചിട്ട് ഈ പാനിൻ്റെ ചുവട്ടിലായിട്ട് മുഴുവൻ എത്തുന്ന രീതിയിലൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു പാനിലേക്കും ഇത് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയ പാനിലേക്കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു ചെറിയ ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പാൽപ്പൊടി ഇട്ടിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് പാൽപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ഏകദേശം ഒരു 150 ഗ്രാം പാൽപ്പൊടി ഉണ്ടാവും. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. വെള്ളം ഒന്നിച്ചൊഴിക്കാതെ ഒരു 2-3 പ്രാവശ്യമായിട്ട് ഒഴിച്ച് നന്നായിട്ട് തിക്കായിട്ട് ഇതിനെ കലക്കിയെടുക്കാം. വെള്ളം ശ്രദ്ധിക്കുക, കൂടി പോകരുത്. കാരണം നമ്മളിത് ഉണ്ടാക്കാനായിട്ട് മുട്ടയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മുട്ടയുടെ ഉള്ളിലെ കുറച്ച് വെള്ളവും കൂടെ ഒക്കെ ആകുമ്പോൾ പുഡിങ് ഒരുപാട് ലൂസായി പോവും. അപ്പോൾ അത് അങ്ങനെ ഉണ്ടാവാതിരിക്കാനായിട്ട് ഇത് നല്ല തിക്കായിട്ട് വേണം കലക്കിയെടുക്കാനായിട്ട്. കഴിയുന്നതും വെള്ളം കുറച്ച് നല്ല തിക്കായിട്ട് മിക്സാക്കി എടുക്കുക. ഒട്ടും കട്ടയില്ലാതെ കലക്കിയെടുക്കുക. കണ്ടില്ലേ, ഇപ്പോൾ ഇത് നല്ല തിക്കായിട്ട് ഞാനിതിനെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ നമുക്ക് ഒന്നിച്ചിട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ആദ്യം ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. രണ്ട് മുട്ട ചേർത്തു. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വാനില എസൻസ് 1 ടീസ്പൂൺ ചേർക്കാം. അടുത്തായിട്ട് ഇതിലോട്ട് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന പാൽപ്പൊടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞു.
ഇനി നമുക്കിതിനെ ഒരു മീഡിയം സ്പീഡിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം. ഞാനിപ്പോൾ ഇത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊരു 5 മിനിറ്റ് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ ആയിരിക്കണം. ഇതിൽ കൂടുതൽ ഇത് ലൂസായിട്ട് വരാൻ പാടില്ല. അപ്പോൾ ഇനി നമുക്ക് ബാക്കി നോക്കാം. ഷുഗർ കാരമലൈസ് ചെയ്തത് ഇപ്പം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ചൂടാറി കഴിയുമ്പോൾ ഇത് നന്നായിട്ട് ഉറച്ച് വരും. ഇതിലേക്ക് നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്ത എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിനെ ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. ആവിയിൽ വേവിച്ചെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇഡ്ഡലി പാത്രത്തിൻ്റെ മുകളിലത്തെ തട്ടിൽ നമ്മുടെ ട്രേ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യമേ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് തിളപ്പിക്കണം. അതിനുശേഷം ഈ ട്രേ വെച്ച് നമുക്ക് മീഡിയം ഹീറ്റിൽ ഒരു 25 മിനിറ്റ് ഇതിനെ കുക്ക് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അടപ്പ് മാറ്റാം. ഇപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് വെന്തോന്ന് അറിയാനായിട്ട് ഒരു വുഡൻ സ്റ്റിക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഫോർക്കോ ഇതിലോട്ടൊന്ന് ഇറക്കി കൊടുക്കാം. അപ്പോൾ ഇതിൽ മാവൊന്നും ഒട്ടിപ്പിടിച്ചിരിപ്പില്ല. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ കുറച്ച് സ്റ്റിക്കി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ ആവിയിൽ വേവിച്ചാൽ മതി. ഇനി നമുക്കിതിനെ സ്റ്റവിൽ നിന്ന് വാങ്ങി മാറ്റി വെക്കാം. ചൂടൊന്ന് ആറിയതിന് ശേഷം 1 മണിക്കൂർ ഇതിനെ ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെച്ച് ഇത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്താൽ നമുക്കിതിനെ വളരെ ഈസി ആയിട്ട് ഈ പാത്രത്തിൽ നിന്ന് പുറത്തെടുക്കാം. അപ്പോൾ നമുക്കിതിനെ ഫ്രിഡ്ജിലേക്ക് മാറ്റാം. 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഞാൻ ഈ ബേക്കിംഗ് ട്രേ പുറത്തെടുത്തിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് കമഴ്ത്തി ഇട്ടിട്ട് ബാക്ക് സൈഡ് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പ് ഒരു നൈഫോ ഒരു സ്പൂണോ വെച്ചിട്ട് സൈഡ് വശം ഒന്ന് വരഞ്ഞു കൊടുക്കണം. അപ്പോൾ അത് ഞാൻ ചെയ്തപ്പോൾ ക്യാമറ ഓഫായിപ്പോയി, അതുകൊണ്ടാണ് കാണിക്കാൻ പറ്റാതിരുന്നത്. അതിന് ശേഷം ഇതിനെ ഇതുപോലെ റിമൂവ് ചെയ്യാം. കണ്ടില്ലേ, നമ്മുടെ പുഡിംഗ് ഇപ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് കൂടുതൽ തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2-3 മണിക്കൂർ കൂടുതൽ നേരം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതിന് ശേഷം ഇതിനെ മുറിച്ച് സെർവ് ചെയ്യാം. ഇത് വളരെ സോഫ്റ്റാണ്, അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ്. ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ പുഡിങ്ങിൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് തന്നെ വീട്ടിലിത് ഉണ്ടാക്കിയെടുക്കാം. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് കൂടെ ഷെയർ ചെയ്യുക. അതുപോലെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത്. താങ്ക്